പൊടിപിടിക്കുന്ന ആശുപത്രിയും വെന്റിലേറ്ററിലാകുന്ന ആരോഗ്യവകുപ്പും. തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ചയെന്ന ആരോപണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് അരമണിക്കൂറോളമാണ്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ തന്നെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടു. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗിയുമായി കാത്തുകിടന്നത് 2 ആംബുലൻസുകളാണെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആംബുലൻസ് ഡ്രൈവർ പ്രണവ് പറഞ്ഞു. പ്രണവിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ നമ്മൾ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ഒരു പേഷ്യനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാധാരണ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രോളി കാര്യങ്ങൾ സ്ട്രെച്ചറൊക്കെ കൊണ്ട് ആൾക്കാർ വരും. നമ്മളവിടെ ഒരു 10 മിനിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ പോയി പറഞ്ഞിട്ടടക്കം ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതായത് പേഷ്യനെ വണ്ടിക്കകത്ത് കയറ്റി, അത് ഒരു വണ്ടി മാത്രമല്ല, എൻ്റെ വണ്ടിക്ക് അപ്പുറത്ത് വേറെ വണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അവിടെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ വേറെ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് വേറെ സജ്ജീകരണം ഉണ്ടാക്കണ്ടേ? അതിലെന്നെ ശരി. ഇതിപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കേട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ മെസ്സേജ് വെച്ചിട്ട് അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിച്ചത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സൂരജ്, ഇന്നലെ KSRTC പരിക്കേറ്റ ഡ്രൈവറെ എത്തിച്ചപ്പോഴും സമാനമായി ചികിത്സ വൈകിപ്പിച്ചെന്ന ആരോപണം, കാഷ്വാലിറ്റിയിൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണം ഉയർന്നു. അത് കഴിഞ്ഞിതാ ഇന്നീ ദിവസം സമാനമായ ദൃശ്യങ്ങളടക്കം സംസാരിക്കുന്ന തെളിവുകളുമായാണ് ആ വാർത്ത തന്നെ വരുന്നത്. എന്താണ് കാഷ്വാലിറ്റിയിൽ സംഭവിക്കുന്നത്? ഈ അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി എത്തുന്ന കാഷ്വാലിറ്റി ആംബുലൻസ് പാർക്കിംഗ് കേന്ദ്രമാവാൻ കാരണം എന്താണ്? ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? സുഹൈൽ, ഇന്നലെയാണ് KSRTC ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചോര വാർന്ന് ഈ KSRTC ഡ്രൈവറെ ഈ ആംബുലൻസിൽ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 1 മണിക്കൂറോളം നേരമാണ് അദ്ദേഹത്തിന് ഈ ആംബുലൻസിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ ഈ അത്യാഹിത വിഭാഗത്തിലുണ്ടാകുന്ന ജീവനക്കാരാകട്ടെ ഡോക്ടർമാരാകട്ടെ ആരും തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നീട് KSRTC അധികൃതരുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇദ്ദേഹത്തെ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ അതിന് തൊട്ടുപിന്നാലെ വാർത്തകൾ നൽകുന്നു, വലിയ വിമർശനങ്ങൾ ഉയരുന്നു, എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്ന മെഡിക്കൽ കോളേജിന്റെ ഉറപ്പടക്കം ഉച്ചയ്ക്ക് മുമ്പ് പുറത്തു വരുന്നു. പക്ഷേ അതിനുശേഷം, അതായത് ഈ വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഇത്തരത്തിൽ കൃത്യവിലോപം തുടർന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 2 ആംബുലൻസുകളിൽ രോഗിയെ എത്തിക്കുന്നത്. അതിൽ ആദ്യ ഒരു ആംബുലൻസ് ഓടിച്ചിരുന്ന പ്രവീണിന്റെ പ്രതികരണമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിൽ പ്രവീൺ തന്നെ പറയുന്നുണ്ട്, ഈ 2 ആംബുലൻസിൽ രോഗികൾ അവിടെ എത്തുന്നു. പ്രവീൺ ഈ തൃശ്ശൂർ കോർപ്പറേറ്റീവ് ആശുപത്രിയിൽ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി മാറ്റേണ്ട രോഗിയുമായി പോയതാണ്. 10 മിനിറ്റിലധികം നേരം ഈ ആംബുലൻസിൽ തന്നെ ഈ രോഗി തുടർന്നു. അതിനുശേഷം പ്രവീൺ ഇറങ്ങിച്ചെന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് ഇത് സർക്കാർ കോളേജ് അല്ലേ, മെഡിക്കൽ കോളേജ് അല്ലേ, സ്വാഭാവികമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പോവുകയുള്ളൂ, ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ബന്ധുക്കൾ ഇറങ്ങിച്ചെന്ന് ഈ ജീവനക്കാരോടും ഡോക്ടർമാരോടും എല്ലാം മാറി മാറി സംസാരിച്ചതിന് ശേഷമാണ് ഇവരെ അകത്തേക്ക് സ്ട്രെച്ചർ അടക്കം കൊണ്ടുവന്ന് പിന്നീട് കൊണ്ടുപോയത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ പ്രണവ് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ ഈ സമാന സംഭവങ്ങൾ തങ്ങൾക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഈ സോഷ്യൽ മീഡിയ പേജുകളിലടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ആംബുലൻസ് ഡ്രൈവർമാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാഷ്വാലിറ്റിയിൽ കൃത്യമായ അലംഭാവം നടക്കുന്നു, ഗുരുതരമായി എത്തിക്കുന്ന രോഗികളെ പോലും ചികിത്സിപ്പിക്കുന്നതിൽ ബോധപൂർവമായി വൈകിപ്പിക്കൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സുഹൈൽ, തീർച്ചയായും സർക്കാർ നടപടികൾ എന്ന് പറഞ്ഞാൽ വൈകിപ്പിക്കലാണെന്ന് തെറ്റിദ്ധാരണയുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്, ഡോക്ടർമാരുണ്ട്, സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. അതിൻ്റെ കൂടി കാരണത്തിലാണ് ഇത്തരത്തിൽ രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ രോഗികളുമായി തന്നെ കിടക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാർക്ക് സൗകര്യമുള്ളപ്പോൾ ആ രോഗികൾ അകത്തേക്ക് പ്രവേശിപ്പിക്കും. ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി.